പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഏറ്റുമാനൂരിൽ റെയിൽവേ ട്രാക്കിൽ നിന്നുകൊണ്ട് ജീവിതത്തിന്റെ സകലതും നഷ്ടപ്പെട്ടപ്പോൾ തന്റെ 2 കുട്ടികളെയും കെട്ടിപ്പിടിച്ച് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ ഷൈനിയുടെയും 2 കുട്ടികളുടെയും ജീവിതം ലോക മനസാക്ഷിയെ തന്നെ ഉണർത്തിയിരിക്കുകയാണ്. ഷൈനി മരിച്ചുവെങ്കിലും പലപ്പോഴും മരണം ചരിത്രത്തിന്റെ ഭാഗമാകുകയും സാമൂഹിക മാറ്റത്തിന് അത് ഉപകരിക്കുകയും ചെയ്യും എന്നുള്ളൊരു സംശയമില്ല. മുലക്കരത്തിനെതിരെ ഒരു സ്ത്രീ അവരുടെ 2 മുലയും അറുത്ത് കരം പിരിക്കാൻ വന്നവർക്ക് കൊടുത്തപ്പോഴാണ് മുലക്കരം എന്ന് പറയുന്ന ഭീകരമായ ടാക്സ് അവസാനിപ്പിച്ചത്. അഭിമാനബോധവും അതുപോലെ തന്നെ ഇല്ലാത്ത ധാർമ്മികതയും അതോടൊപ്പം തന്നെ കാപട്യവും നിറഞ്ഞ ഒരു സമൂഹത്തിൽ അവസാനമായി എറണാകുളത്ത് നങ്ങേലി എന്നാണ് എനിക്ക് തോന്നിയ സ്ത്രീയുടെ പേര് അവസാനം നടന്ന സ്മാർത്ത വിചാരം 1915 എനിക്ക് തോന്നുന്നു. ആ സ്മാർത്ത വിചാരത്തോടുകൂടി പിന്നീട് ഒരു സ്മാർത്ത വിചാരം, സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള ഏറ്റവും ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് സ്മാർത്ത വിചാരം എന്ന് പറയുന്നത്. അവരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്ന, അവർ വ്യഭിചാര കുറ്റം ആരോപിച്ച് അവരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയാണ്. ആ സ്മാർത്ത വിചാരം പിന്നീട് അവസാനിച്ചു. നങ്ങേലി ആണെന്ന് എനിക്ക് തോന്നുന്ന സ്ത്രീയുടെ പേര്. എന്താണെങ്കിലും അവരുടെ സ്മാർത്ത വിചാരത്തോടുകൂടി അവർ ആ സ്മാർത്ത വിചാരത്തിന്റെ അനൗചിത്യം ചൂണ്ടിക്കാണിക്കുകയും അവിടെ ഇരുന്ന സ്മാർത്ത വിചാരം നടന്ന ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള തെളിവുകൾ അവർ രേഖപ്പെടുത്തുകയും ചെയ്തപ്പം സ്മാർത്ത വിചാരം അവസാനിച്ച് ജഡ്ജി എഴുന്നേറ്റ് പോയി. അതോടുകൂടി കേരളത്തിൽ സ്മാർത്ത വിചാരം അവസാനിച്ചു. അങ്ങനെ മനുഷ്യർ പലരും അവരുടെ ജീവിതം കൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടുമാണ് സമൂഹത്തിന്റെ ഇന്നത്തെ സാമൂഹ്യമായ മാനസിക വികാസത്തിലേക്ക് നമ്മളെ എത്തിച്ചത്. അത്തരമൊരു മാനസിക വികാസത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ഈ ഷൈനിയുടെ മരണം ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പെൺകുട്ടി ജീവിതം വഴിമുട്ടി ഇനിയൊരു അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം അപ്പൻ എങ്ങനെ പെരുമാറണമെന്ന്, അല്ലെങ്കിൽ അപ്പൻ മാന്യമായി പെരുമാറിയില്ലെങ്കിൽ, അവരെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അതിന്റെ അപകടം ഇനി ജീവിച്ചിരിക്കുന്ന അപ്പന്മാർക്ക് മനസ്സിലാക്കാൻ ഷൈനിയുടെ ജീവിതം ഉപകരിച്ചു. ഞാൻ ഈ ഷൈനിയുടെ സംഭവം നടന്നതിന് ശേഷം പല ദിവസവും ഉറക്കത്തിൽ അവര് ആ കുട്ടികളെ കെട്ടിപ്പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നതും മരണത്തിന് മുൻപ് ആ കുട്ടികളെ നമ്മൾ എന്തിനു മരിക്കണമെന്ന് കൺവിൻസ് ചെയ്തുകൊണ്ട് അവര് എത്രയോ രാത്രികൾ കെട്ടിപ്പിടിച്ച് കുട്ടികളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ടാവും. അത്തരം ചെറിയ ചെറിയ അനുഭവങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരമ്മ ഈ കുട്ടികളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ അവരനുഭവിക്കുന്ന വിഷമങ്ങൾ പലപ്പോഴും ഈ കട്ടിലിൽ കെട്ടിപ്പിടിച്ച് കുട്ടികളോട് പറഞ്ഞിട്ടുള്ള അനുഭവം നിങ്ങളിൽ പലർക്കും ഉണ്ടാവും, എനിക്കുമുണ്ട്. അത്തരം അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ കട്ടിലിൽ കിടന്ന് ഈ കുട്ടികളെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള കരച്ചിലും, ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ദിഗന്തം ഭേദിക്കുന്ന ഓണടി നടത്തിയിട്ടും അവർ പരസ്പരം കെട്ടിമുറുകി നിൽക്കാനുണ്ടായ കാരണങ്ങൾ, ആ കാരണങ്ങൾ നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നതും അത് പരിഹരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ്. ഷേക്സ്പിയറുടെ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന പ്ലേയിൽ അതിൽ ഫെർഡിനൻഡ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ദ ഹെൽ ഈസ് എംപ്റ്റി, ഓൾ ദ ഡെവിൾസ് ആർ ഹിയർ എന്ന് പറയുന്നുണ്ട്. നരകം കാലിയായി കിടക്കുന്നു, എല്ലാ ചെകുത്താന്മാരും ഇവിടെയുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ ഈ ഷൈനിയുടെ ആ ദുരന്തം വെച്ച് നോക്കുമ്പം ചെകുത്താന്മാരടങ്ങുന്ന ഈ സമൂഹത്തിന് അവർക്ക് അനുകൂലമായി ഒന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വശത്ത് ചിന്തിക്കേണ്ടി വരും. എങ്ങനെയാണ് ഇത്തരം ഒരു സ്ത്രീ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് സ്വയം കൊല്ലപ്പെടേണ്ടി വരുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരു യൂറോപ്യൻ രാജ്യത്താണ് എങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ
ആ സ്ത്രീ സ്വന്തമായി ജോലി കണ്ടുപിടിക്കും, അവർ കുട്ടികളെ വളർത്തും, അവർ മുമ്പോട്ട് പോകും. എന്തുകൊണ്ടാണ് നമുക്കത് കഴിയാത്തത്? നമ്മുടെ ഫ്യൂഡൽ മനസ്ഥിതിയിൽ ഊന്നിയ കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ അനാവശ്യമായി നമ്മൾ കൊണ്ടുനടക്കുന്ന ചില അഭിമാന ബോധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഷൈനിക്ക് ഒരു ദുരന്തത്തിലേക്ക് നടന്നു നീങ്ങേണ്ടി വന്നത്. ഷൈനിക്ക് ഈ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള അവരുടെ ആ ശ്രമത്തെ പരാജയപ്പെടുത്താൻ കാരണം ഈ അഭിമാനബോധമുള്ള കുടുംബക്കാരാണ്. അപ്പം ആ അഭിമാനബോധം, ഏത് തൊഴിലും ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന അവർക്കുണ്ടാകുന്ന അവർക്ക് അതിനുവേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുക്കുന്നതിന് പകരം അവരെ ഒരു തൊഴിലും ചെയ്യാൻ സമ്മതിക്കാത്ത ഈ കുടുംബ മനോഭാവത്തിലെ ഫ്യൂഡൽ മനോഭാവത്തിന്റെ ഭാഗമായി അവരെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ ഇതിന്റെ പ്രതികൾ ആരാണ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ ഷൈനിയുടെ ഭർത്താവ് എന്ന് പറയുന്ന വെറും നികൃഷ്ട ജന്മമായിട്ടുള്ള അയാളാണ്. നോബി എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് നോബിയുടെ ചേട്ടൻ ബോബി എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റാണ്. അയാളാണ് ശരിക്കും ഒന്നാമത്തെ പ്രതി എൻ്റെ കാഴ്ചപ്പാടിൽ. മൂന്നാമത്തെ പ്രതി, നമ്മുടെ പെൺമക്കൾ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മൾ അവരോട് പറയേണ്ടത് ഞാൻ നിനക്കുണ്ട് എന്നാണ് പറയേണ്ടത്. അത് പറയാതിരുന്ന, അല്ലെങ്കിൽ ആ സംരക്ഷണം ഒരുക്കാതിരുന്ന ഈ ഷൈനിയുടെ പിതാവും ആ കുടുംബവും ഇതിൻ്റെ അകത്തെ മൂന്നാമത്തെ പ്രതിയാണ്. ഞാൻ ഒന്നാമത്തെ പ്രതി നോബിയാണെന്ന് പറഞ്ഞാലും ഒന്നാമത്തെ പ്രതി വേറൊരർത്ഥത്തിൽ ഈ അച്ഛൻ എന്ന് പറയുന്ന നോബിയുടെ സഹോദരനാണ്. നിങ്ങൾ ഒരു കാര്യം, ഒരു വൈദികൻ എന്ന് പറയുന്നത്, ഈ വൈദികൻ എപ്പോഴും പാപികളോടും ബലഹീനരോടും ഒപ്പം നിൽക്കേണ്ടവരാണ്. ഇവിടെ ഈ നോബിയും ഈ ഷൈനിയും തമ്മിലുള്ള വിവാഹബന്ധത്തിൽ തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഈ വൈദികൻ അതിനെ രമ്യപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടെങ്കിൽ പിന്നെ അദ്ദേഹം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു വൈദികൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചിന്തിക്കേണ്ടത് ഈ രണ്ട് കക്ഷികളിൽ ആരാണ് വീക്കറായിട്ടുള്ളത്, ബലഹീനരായിട്ടുള്ളതെന്നാണ് ചിന്തിക്കേണ്ടത്. ക്രിസ്തുവിന്റെ പാത തുടരുന്നൊരു വൈദികനാണെങ്കിൽ തീർച്ചയായും ഷൈനിയോടൊപ്പമാണ് നിൽക്കേണ്ടത്. കാരണം രണ്ട് പെൺകുട്ടികൾ അവരോടൊപ്പമുണ്ട്. ആ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കുകയും അവരെ പഠിപ്പിക്കാനും ഇവർക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കാനും ആ വൈദികൻ നോക്കിയിരുന്നെങ്കിൽ വളരെ ഈസിയായി കഴിയുമായിരുന്നു. അവിടെ അദ്ദേഹം ഒരു വൈദികനല്ല, തേർഡ് റേറ്റ് ഗുണ്ടയായിട്ട് അതപ്പോൾ ഇന്ന് വൈദികരിൽ 90% ആശ്രയിച്ച് തേർഡ് റേറ്റ് ഗുണ്ടകളാണ്. അപ്പോൾ അവിടെ ഈ വൈദികൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തി, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പാതയല്ല, ചെകുത്താന്റെ പാതയാണ് പിന്തുടരുന്നത്. അദ്ദേഹം ലൂസിഫറിന്റെ ഫോളോവറാണ്, അല്ലാതെ അദ്ദേഹം ക്രിസ്തുവിന്റെ ഫോളോവറല്ല. ക്രിസ്തുവിന്റെ ഫോളോവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ത്രീയെയും ഈ കുട്ടിയെയും സംരക്ഷിക്കാൻ, അവർക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കാനും അവർക്കൊരു ജോലി ഉണ്ടാക്കി കൊടുക്കാനും അവരെ മുമ്പോട്ട് പോകാനും സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഒരു വൈദികന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. ഇനി മറ്റു വൈദികരുടെ കാര്യം പറയാം. അവരും ഈ കാര്യത്തിൽ കുറ്റവാളികൾ തന്നെയാണ്. ഈ ഷൈനി ഒരു വലിയ ദൈവവിശ്വാസിയായിരുന്നു പറയുന്നത്. അവരെ ആ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ വേദനകൾ ഒരുപക്ഷെ ക്രിസ്തുവിനോട് പറഞ്ഞതോടൊപ്പം തന്നെ വൈദികരോടും പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ ഇത്തരം വരുന്ന വിശ്വാസികളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് വൈദികർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വൈദികരോട് സംസാരിച്ചപ്പോൾ അവരിൽ ആരെങ്കിലും ഈ ഷൈനിയുടെ വേദന ഏറ്റെടുക്കാനോ അവരെ സംരക്ഷിക്കാനോ തയ്യാറായോ? അതുകൊണ്ട് സഭ എന്ന് പറയുന്ന ഈ കൊള്ളസംഘം ഇതിൻ്റെ അകത്ത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്നാനായ സഭയിലെ വൈദികർ എന്ന് പറയുന്നത് സുഖലോലുപന്മാരായി ജീവിക്കുന്ന ഒരുതരം ഇത്തിൽ കണ്ണികൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വൈദികരുടെ ആരുടെയെങ്കിലും ഒരു ഇടപെടലുണ്ടായിരുന്നു. ഇനിയിപ്പോട്ടെ വൈദികരുടെ ഇടപെടലുണ്ടായിരുന്നെങ്കിൽ അവർ നോക്കിയാൽ വളരെ ഈസിയായി ഈ ഷൈനിയെ സഹായിക്കാൻ കഴിയുമായിരുന്നു, ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ. ആരോടെങ്കിലുമൊക്കെ ഈ ദുഃഖങ്ങൾ അവർ പറയാതിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഇനി ഈ വിഷയത്തിൽ തന്നെ നമുക്ക് ഷൈനിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നപ്പോഴാണ് നമുക്കിത് യാഥാർത്ഥ്യം മനസ്സിലായത്. അതിനു മുമ്പ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഷൈനിയുടെ മരണത്തെ സംബന്ധിച്ച് എന്താണെന്ന് വിലയിരുത്താൻ കഴിയില്ലായിരുന്നു. ഷൈനി നേരിട്ട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് വന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അവർ ജീവിതത്തിന്റെ അവസാനം വരെ അവർ അതിജീവിക്കാൻ വേണ്ടി നടത്തിയ ആ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് മരണം എന്ന് പറയുന്ന അവസാനത്തെ ആശ്രയത്തിലേക്ക് അവർ കടന്നുപോയത്. അതുകൊണ്ട് ഈ ബോബി എന്ന് പറഞ്ഞ വൈദികനോട് പറയാനുള്ളത്, നിന്നെപ്പോലുള്ള ചെറ്റകൾ ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇനി നടക്കരുത്. കാരണം നീ ഫണ്ടമെന്റലായി ഒരു ക്രിമിനലാണ്.
നീ ഒരു ക്രിമിനൽ അല്ല എങ്കിൽ ഈ അനുജനെ കൊണ്ട് ഡൈവോഴ്സ് നോട്ടീസ് ഈ ഷൈനി അയച്ചപ്പോൾ അത് കൈപ്പറ്റാതിരിക്കാനുള്ള നിയമപരമായ ഉപദേശവും ബുദ്ധി നീയാണ് പറഞ്ഞു കൊടുത്തതെന്ന് ആർക്കും മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ഫണ്ടമെന്റലായ ഡ്യൂട്ടിയുള്ള നീ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, നീ അവരെ കൊലയ്ക്ക് കൊടുത്തു. അതുകൊണ്ട് നീ അക്ഷന്തിമമായ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. നിന്നോട് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. കാരണം നീ ഈ വൈദികൻ എന്ന് പറഞ്ഞ ബോബി എന്ന് പറഞ്ഞ നാറിയോട് പറയാനുള്ളത്, നീ ഒരു പ്രൈമറി ആയിട്ട് ഒരു വൈദികന്റെ ഏതെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ഷമയും സഹനവും ദാരിദ്ര്യവും ഒക്കെയായി ജീവിക്കേണ്ട നീ ഈ പാവപ്പെട്ട സ്ത്രീയോട്, പാവപ്പെട്ടവന്റെ പക്ഷം ചേരേണ്ട ആ സ്ത്രീ, പാവപ്പെട്ടവന്റെ പക്ഷം ചേർന്ന് നിൽക്കേണ്ട നീ ആ പാവപ്പെട്ട സ്ത്രീയെ, ബലഹീനയായ സ്ത്രീയെ, അവരുടെ 2 മക്കളെയും കൂടി കൊലയ്ക്ക് കൊടുത്തതിൽ ഒന്നാമത്തെ കുറ്റവാളി നീയാണ്. നീ അടങ്ങുന്ന സഭയാണ്. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം ഈ സഭയിലെ ആളുകൾ, ഈ നോബി എന്ന് പറഞ്ഞ വൈദികൻ ഈ കുറ്റം ചെയ്തപ്പോൾ ഈ കുറ്റത്തിന്റെ ഏതെങ്കിലും അർത്ഥത്തിൽ നിസ്സംഗമായി നിന്നുകൊടുത്ത സഭയുടെ ഈ മേലാളന്മാരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൈ കഴുകി മാറാൻ കഴിയില്ല. നിങ്ങൾ ഈ കാര്യം, ഈ സ്ത്രീ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ സഭയിലെ അംഗങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടെന്നുള്ള തർക്കമില്ല. കാരണം അവർക്ക് അടുത്ത ദൈവവിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുംഭസാരത്തിനിടയിലെങ്കിലും ഈ കാര്യം അവർ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് സഭ എന്ന് പറഞ്ഞ സംവിധാനത്തിന് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഒഴിവായി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ സ്ത്രീക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ അവരെ മരണത്തിലേക്ക് തള്ളി വിടുകയാണ് ചെയ്തത്. ഞാൻ ഇതിനെപ്പറ്റി ഒരു വൈദികൻ എഴുതിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എനിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് കുറേയേറെ യോജിക്കാൻ കഴിയും. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് എനിക്ക് കുറേയേറെ യോജിക്കാൻ കഴിയും. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു വൈദികന്റെ തലത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും ആ ഒരു വൈദികനെ മറച്ചു പിടിക്കാനുള്ള ഒരു ചെറിയ ശ്രമം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ കൂടി അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ ഒരു ശരിയായ വിലയിരുത്തൽ നടത്തിയിട്ടുള്ള ഒരാൾ ഈ വൈദികനാണെന്ന് എനിക്ക്. അദ്ദേഹത്തിന്റെ പേര് ബിനു കോര വളവുങ്കൽ എന്നാണ്. ഈ ബിനു കോര വളവുങ്കൽ എന്ന് പറഞ്ഞ വൈദികനാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ ഏറ്റവും മറ്റാര് പറഞ്ഞതിലും കുറച്ചുകൂടെ സ്വീകാര്യമായി തോന്നി. ഇതിൽ ഒരു ചെറിയ 1-2 കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഇദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണെന്നിരിക്കുന്നത്. ഞാനിന്ന് വായിച്ചു കഴിക്കാം. ഇത്രയേറെ മാനസിക സംഘർഷത്തോടെ ആദ്യമായാണ് ഒരു മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത്. കാരണം സോഷ്യൽ മീഡിയ മുഴുവനും ആ മരണത്തിന്റെ ഉത്തരവാദികളായി വൈദികരെയും കാരിത്താസ് ആശുപത്രിയെയും ഒക്കെ അവതരിപ്പിച്ചതിനാൽ അതിൽ പങ്കെടുത്താൽ ആളുകൾ എങ്ങനെ ലോഹയിട്ടവരെ നോക്കിക്കാണും എന്നുള്ള ചിന്ത ഒരു വശത്ത്, ഷൈനി എന്ന സഹോദരിയുടെ സ്വഭാവത്തെക്കുറിച്ചും അവളെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും കേട്ടപ്പോൾ അതിൽ പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം മറുവശത്തും, അവസാനം തെറി കേട്ടാലും വേണ്ടില്ല ലോഹയിട്ട് തന്നെ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു. ഷൈനിയുടെയും മക്കളുടെയും മരണത്തെ ഒരു ഫോഴ്സ് സൂയിസൈഡ് എന്ന് വിളിക്കുന്നതാണ് ഉചിതം. കാരണം ഒരമ്മ തനിക്ക് പ്രിയപ്പെട്ട തന്റെ മക്കളെയും കൂട്ടി ഈ കടുങ്കൈ ചെയ്യണമെങ്കിൽ ആ അമ്മ അത്രയേറെ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവണം. ആ സഹോദരിയെപ്പറ്റി പറഞ്ഞു കേട്ടതനുസരിച്ച് അവൾ പത്രഗൃഹം വിട്ട് സ്വഭവനത്തിലേക്ക് തിരികെ വരണമെങ്കിൽ ആ വീട്ടിൽ അവൾ അത്രമാത്രം ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിച്ചു കാണണം. വിവാഹിതയായ സ്ത്രീ പത്രഗ്രഹം വിട്ട് സ്വഭവനത്തിൽ തിരികെ ചെന്നാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകളെപ്പറ്റി അവൾക്കറിയാമായിരുന്നിരിക്കും. എന്നാൽ അവൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അന്യതാബോധം സ്വന്തം കുടുംബത്തിൽ നിന്നും അവൾക്ക് അനുഭവപ്പെട്ടിരിക്കും. ഒപ്പം പ്രായപൂർത്തിയാകാത്ത മകനെ തെറ്റിദ്ധരിപ്പിച്ച് തന്നിൽ നിന്നും അകറ്റിയതും ആ അമ്മയുടെ മാനസിക വേദനയുടെ തീവ്രത കൂട്ടിയിരിക്കും. തന്റെ ശരീരത്തോടൊപ്പം തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ശരീരങ്ങളും ഛിന്നഭിന്നമാകാൻ ആ അമ്മ നിന്നുകൊടുത്തതും മക്കൾ കുതിരിപ്പോകാതെ അമ്മയോട് ചേർന്ന് നിന്നതും ഒരേ വികാരം കൊണ്ട് തന്നെയാകും. ഈ അമ്മ പോയാൽ ഈ മക്കൾ കടുത്ത അനാഥത്വത്തിലേക്ക് പോകുമെന്നുള്ള ചിന്ത. അതുകൊണ്ട് അമ്മയോടൊപ്പം അവർ കെട്ടിപ്പുണർന്നു ട്രെയിനിന്റെ ചെവി അടപ്പിക്കുന്ന ഹോണടികളുടെ ശബ്ദമൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല. അവരുടെ ചിത്രം എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് മറയുന്നില്ല. അവരെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടവർ മനുഷ്യരാണെങ്കിൽ മനസ്സിൽ നിന്ന് കുറ്റബോധമില്ലാതാകാൻ സമയമെടുക്കും. ഇനി മരണത്തിൽ കാരിത്താസ് ആശുപത്രിയുടെയും വൈദികരുടെയും പങ്ക് എന്താണ്? പുതിയ സാഹചര്യത്തിൽ കുട്ടികളെ വളർത്താൻ ഒരു വരുമാനമുള്ള ജോലി ഇവർ വളരെയേറെ ആഗ്രഹിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. കൂട്ടുകാരെ വിളിച്ചതിന്റെ ശബ്ദം നമ്മൾ കേട്ടു. കാരിത്താസ് ഉൾപ്പെടെ 12 ആശുപത്രികളെ സമീപിച്ചതായി കേൾക്കുന്നു. ആരും അവൾക്ക് ആഗ്രഹിച്ച് ജോലി നൽകില്ല. സ്വാഭാവികമായി ഈ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ സമുദായത്തിന്റെ ആശുപത്രി എന്ന നിലയിൽ കാരിത്താസിനെതിരെയും അച്ഛന്മാർക്കെതിരെയും ഒരുപാട് തെറിവിളികൾ ഉയർന്നു. പക്ഷേ മറ്റ് 11 ആശുപത്രികളും ജോലി നിഷേധിച്ചതിൽ അതിലൊരു പൊതുവായ കാരണം ഉണ്ടാകുമല്ലോ. ആരുടെയെങ്കിലും വൈരാഗ്യത്തോടെയുള്ള ബാക്കി ഇടപെടലായിട്ട് അതിനെ കാണുവാൻ സാധിക്കുമോ? ജോലിയിൽ ഇത്രയും വർഷത്തെ ഇടവേള ഉണ്ടാക്കിയ തടസ്സമായിരിക്കും
തടസ്സമായിരിക്കും അത്. കാരിത്താസ് ആശുപത്രിയിൽ ഇതിനു മുമ്പും 6-7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചില വൈദികരുടെ ശുപാർശയോടെ ചെന്നിട്ടും ഇതേ കാരണത്താൽ തന്നെ അവരെ പറഞ്ഞയച്ച കാര്യം കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇതുപോലെ വൈദികർക്കെതിരായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത് രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആശുപത്രികളിൽ സ്വീകരിക്കുന്ന പൊതുനയത്തിന്റെ ഭാഗമായി കാണണമെങ്കിലും അതുകൊണ്ട് തന്നെ ഈ ഇടവേള ഉണ്ടാക്കിയവരായിരിക്കും പ്രധാന പ്രതികൾ എന്നല്ലേ സാമാന്യ യുക്തിയിൽ ചിന്തിക്കേണ്ടത്. അതുമല്ലെങ്കിൽ ഈ സഹോദരി ഒരു ആത്മഹത്യയുടെ വക്കിൽ ആണെന്നുള്ള കാര്യം ബന്ധപ്പെട്ടവർ അറിഞ്ഞിരിക്കണം. അതിന് സാധ്യതയില്ല. ഈ സഹോദരിയും മക്കളും ജീവിതം മുന്നോട്ട് നയിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുമുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ ക്നാനായ സമുദായത്തിൽ തന്നെ 100 കണക്കിന് ആളുകൾ അവരെ സഹായിക്കാൻ മുൻപോട്ട് വരുമായിരുന്നു എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് തോന്നുന്നില്ല. അതും ഈ ഒരു ഘടകമായിരിക്കും. അതിനേക്കാൾ അവൾ അനുഭവിച്ച കടുത്ത മാനസിക പ്രതിസന്ധി തന്നെയാവാനാണ് സാധ്യത. വിവാഹമോചനത്തിലുള്ള ഫെബ്രുവരി 17 ഹിയറിംഗിൽ ഭർത്താവ് എത്താത്തതിന്റെ നിരാശയും ഏപ്രിൽ 9 അടുത്ത ഹിയറിംഗിലേക്കുള്ള പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പും തന്റെ സുഹൃത്തുമായി സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പിലൂടെ പലരും കേട്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെടുന്നനെ ഒരു ദിവസം രാവിലെ ഇതുപോലൊരു മരണം തെരഞ്ഞെടുക്കണമെങ്കിൽ തലേന്ന് രാത്രി അവിടെ എന്തെങ്കിലും സംഭവിച്ചിരിക്കണമല്ലോ. തലേ ദിവസം ഭർത്താവുമായി സംസാരിച്ച കാര്യം പോലീസിന്റെ അന്വേഷണത്തിലും ഉണ്ടല്ലോ. സത്യങ്ങൾ പുറത്തുവരട്ടെ. ഇനി ഭർത്താവിന്റെ സഹോദര വൈദികന്റെ പങ്കിനെപ്പറ്റി സാമൂഹിക മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് മുഴുവൻ ശരിയാവണമെന്നില്ല. അതിന് ഉദാഹരണമായി കെയർ ഹോമിലെ ആ സഹോദരിയുടെ ജോലി നഷ്ടപ്പെട്ട ആ സ്ഥാപനത്തിന്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രവർത്തകരെ ഈ സഹോദരിയുടെ പിതാവ് പ്രതികരിച്ചതിന്റെ ഫലമാണ് എന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിന്റെ കാരണക്കാരൻ ഈ വൈദികനാണെന്ന് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഈ കുടുംബ പ്രശ്നത്തിൽ കുടുംബത്തിലെ വൈദികന്റെ ഇടപെടലിനെ പറ്റിയുള്ള വാർത്തകൾ ശരിയാണെങ്കിൽ അദ്ദേഹം വൈദിക സമൂഹത്തിന് മുഴുവനും കളങ്കമാണ്. ഈ സഹോദരിയുടെ മക്കളുടെയും ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുമുണ്ട്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ. കൂടാതെ ഈ അച്ഛൻ രൂപതയിലെ പ്രധാനപ്പെട്ട ഒരു തസ്തിയിലും പ്രധാനപ്പെട്ട പള്ളികളിലും ഇരുന്നിട്ടില്ല. ഈ വിഷയത്തിൽ അച്ഛനെതിരെയുള്ള ആരോപണത്തിൽ രൂപത എന്തെങ്കിലും ന്യായീകരണം നടത്തുകയോ സംരക്ഷിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇതിന്റെ പേരിൽ എല്ലാ വൈദികരെയും സഭയും ആക്ഷേപിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഷൈനിയും മക്കളും ഉയർത്തെഴുന്നേറ്റു എന്ന് വന്നാൽ അവർ എന്ത് പറയുമോ ആവോ. അച്ഛന്മാരുടെ അമർഷം ഉണ്ടായിരുന്നെങ്കിൽ തലേദിവസം വരെ അവർ കുട്ടികളെയും കൂട്ടി പള്ളിയിൽ പോകുമായിരുന്നു. ഏതായാലും ഇവരുടെ മരണത്തിന്റെ വേദനയുടെ മറവിൽ ഇന്ന് സമൂഹത്തിൽ രൂപപ്പെട്ടുള്ള സഭാ വൈദിക വിദ്വേഷം ആളിക്കത്തിച്ച് തങ്ങളുടെ ചാനലുകൾക്ക് റേറ്റിംഗ് കൂടുവാൻ ഒരു കൂട്ടർക്ക് സാധിക്കുകയും ചെയ്തു. ചില വൈദികരുടെ ഇടയിലെങ്കിലും ഉണ്ടായിട്ടിരിക്കുന്ന പണത്തോടും ആഡംബര ജീവിതത്തോടുള്ള ശ്രമം, അനുസരണയില്ലായ്മയും പ്രാർത്ഥനയും വിശ്വാസത്തിന്റെ ആത്മീയതയും കുറവുമൊക്കെ തിരിച്ചറിയാൻ ഇതുപോലുള്ള സംഭവങ്ങൾ ഉപകരിക്കട്ടെ. അവസാനമായി ഈ അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടായ അനുഭവം ഇനി ഒരു അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുതയാണ്. പക്ഷേ ഇതിൽ 1-2 കാര്യങ്ങൾ പുള്ളി മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സഭയുടെ ഇതിനകത്തെ പങ്കിനെ പറ്റി അദ്ദേഹം മറച്ചു പിടിക്കാൻ ശ്രമിക്കും. കാരണം സഭയുടെ പങ്കിനെ പറ്റി മറച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ സഭ ഈ വിശ്വാസിയായ ഷൈനി ഈ വൈദികരോട് എവിടെയെങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവണം. അവിടെ ഒന്നും ഈ വൈദികരൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഈ നോബി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ, അവനെപ്പോലെ ഈ ലോകയിട്ട കുർബാന നാടകക്കാരൻ, അവൻ കാണിച്ച വൃത്തികേടെന്ന് പറയുന്നത് അവൻ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കാൻ അവന് കഴിയുമായിരുന്നില്ലെങ്കിൽ ആ സ്ത്രീയെ ഡൈവോഴ്സ് കൊടുത്ത് അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒന്നാമത്തെ അവൻ്റെയാണ്. പിന്നെ ഈ തന്ത എന്ന് പറയുന്നത്, ഈ ഷൈനിയുടെ തന്ത എന്ന് പറയുന്നത്, അവനും ഈ കാര്യത്തിൽ അവന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം അവനൊരു വൃത്തികെട്ടവനാണ്. കാരണം അവന് ഈ കുട്ടികളോടും ഈ തള്ളയോടും എന്തെങ്കിലും ഒരു ആത്മാർത്ഥത, അവന്റെ കുട്ടികളാണ്, അവന്റെ മകളാണ് ഇതെന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വിവേകമുള്ള ഒരാൾ പറയേണ്ടത്, നീ ഇവിടെ നിൽക്കുക, എന്നെ കൊണ്ട് കഴിയാവുന്ന എന്റെ പരിമിതമായ വരുമാനത്തിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും ചെയ്ത് സഹായിച്ച് നിന്നെ സംരക്ഷിക്കാവുന്നത്. ഇതൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, വിദേശ താങ്കളമാരുള്ള അവരും ഈ വിഷയത്തോട് നിസ്സംഗമായ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതിൽ ഈ കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരണം. ഷൈനി നാളത്തെ ഒരു ചൂണ്ടുവിരലാണ്. നാളെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഷൈനിയുടെ ജീവിതം ഉപകരിച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ ഉണ്ടാകും. അതിന്റെ തെളിവാണ് ഈ ഷൈനിയുടെ മരണം കഴിഞ്ഞിട്ടും ഈ മഴ പെയ്തിട്ടും മരം വീണ്ടും പെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യന്റെ മനസ്സിൽ ഈ ചാരത്തിനടിയിൽ കിടക്കുന്ന തീക്കനൽ പോലെ ഈ സംഭവം ഇപ്പോഴും വാർത്തയായിക്കൊണ്ടും അതുപോലെ തന്നെ സമൂഹത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഷൈനിയുടെ ആ വാക്കുകൾ പുറത്തു വന്നുകൂടി ഷൈനി ഒരു സമൂഹത്തിന്, ഇനിയുണ്ടാകുന്ന സമൂഹത്തിന് ഒരു മാതൃകയാണ്. അല്ലെങ്കിൽ ഇനിയുണ്ടാകുന്ന സമൂഹത്തിന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു രക്തസാക്ഷിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ടോം ജോസ് പാട്.